അപ്പൊ ചേട്ടൻ ഇപ്പം നായകനായിട്ടൊരു ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. അതായത് ജനനം 1947, പ്രണയം തുടരുന്നു. അതെ അതെ അതിലും ഒരു ചേട്ടൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അതെ അവതരിപ്പിക്കുന്നത്. അതെ. അപ്പൊ ആ സിനിമയുടെ വിശേഷം എന്തൊക്കെയാണ്? ആ സിനിമ ഏതാണ്ട് വർക്കുകൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സൗണ്ടിൻ്റെ എന്തോ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് പിന്നെ അന്ന് മദ്രാസ് കൊണ്ടുവരും ചെയ്യാൻ പിടിക്കാൻ എന്തെന്ന് പറയുന്നുണ്ട്. ആ പിന്നെ അതിൻ്റെ ബിസിനസ്സൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കാന്നാണ്. പിന്നെ ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു. അപ്പൊ ചേട്ടൻ ഒരുപാട് കാലമായി സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ആ അതെ 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 അത്യാവശ്യം അതെ കുറച്ച് കാലങ്ങളായല്ലോ. അപ്പൊ ആദ്യങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിട്ടാണ് വന്നത്. അപ്പൊ ഹെലനിലെ ഒരു കഥാപാത്രം ഒരുപാട് അതെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലാസ്റ്റത്തെ ഒരു പോർഷനൊക്കെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു അത്. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോഴാണ് ഒരു നായക കഥാപാത്രം കിട്ടുന്നത്. അപ്പൊ അത് കിട്ടിയപ്പോ എന്ത് തോന്നി ചേട്ടന്? അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹെലൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഇത് കിട്ടുന്നത്, നായക വേഷം ആ കിട്ടുന്നത്. ആ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ കിട്ടിയിരുന്നു. ആ ഇത്ര ലെങ്ത് അതെ ഇല്ലെങ്കിലും. അതെ. ഇപ്പം മമ്മൂക്കാൻ്റെ ഇവിടെ പടം ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ അതിനകത്ത് നല്ല വേഷമാണ്. ആ ആ ആ പക്ഷേ ലെങ്ത് ഇല്ല എന്നുള്ളൂ. പക്ഷേ അത് വളരെ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ്. ഞാൻ മുഖാന്തരമാണ് ഇതാവുന്നൊക്കെ. അങ്ങനെ അതിന് ശേഷം എന്തായാലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളാണ് കിട്ടുന്നത്. ലെങ്ത്ത് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഉണ്ടെങ്കിലും കൂടി അങ്ങനെ ചെറിയ സാധനങ്ങളെ കിട്ടുന്നുള്ളൂ. ഇപ്പത്തെ സിനിമയിൽ ആ മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ? പണ്ട് ഇപ്പൊ ഒരു ചെറിയ വേഷമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ഓർത്തിരിക്കും, ഇരുന്നെന്ന് വരില്ല ഒരു ഇമ്പോർട്ടന്റ് ഇല്ലെങ്കിൽ. അതെ അതെ പക്ഷെ ഇന്നത്തെ സിനിമകളിൽ പ്ലേസ് ചെയ്യുമ്പം ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്പേസ് ആ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ? ആദ്യകാല സത്യൻ അന്തിക്കാടല്ലേ അതെ സിനിമയിലേക്ക്, ആദ്യ ഒരുപാട് സിനിമ സത്യൻ അന്തിക്കാടിന്റെ കൂടെയാണ്. ഇപ്പൊ ഒരു നവാഗത സംവിധായകന്റെയും കൂടെ ചേട്ടനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ സിനിമയിൽ? തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ അന്നത്തേക്ക് ഒരു ഡയറക്ഷൻ രീതി ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. പ്രധാന കഥാപാത്രത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് കാണിക്കുന്നു ചെയ്തുകൊണ്ട് ആണ് ക്യാമറ പോണതും ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ക്യാമറ ഇതിൻ്റെ ഒബ്ജക്റ്റിൽ നിൽക്കുന്ന മറ്റേ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമില്ല. ഇപ്പം മീശമാധവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, മീശമാധവൻ എന്ന് പറയുന്ന ഇതിനകത്ത് പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. മീശ പഠിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതിലൊരു ബാർബറായിരുന്നു ഞാൻ. അപ്പോൾ SI വിളിക്കുന്നുണ്ട്, എവിടെ മീശ അടിക്കുന്നത്, എവിടെ വിളിക്കുവാനെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ക്യാമറ മുകളിലാണുള്ളത്. ആൾക്കൂട്ടത്തിൻ്റെ അകത്തു നിന്നാണ് ഞാൻ രക്ഷപ്പെടുന്നത്. ഇയാൾ രക്ഷപ്പെടുന്നത് തന്നെ പ്രേക്ഷകർ അറിയുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. ഇപ്പോഴതല്ല, ഇപ്പം ഇതിൻ്റെ റിയാക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനെയും ഒക്കെ തന്നെ അത് അങ്ങനെ നമ്മൾ ക്യാമറ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ആക്ഷൻ ടു റിയാക്ഷൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് പോകുമ്പോഴാണ് ഏത് ചെറിയ കഥാപാത്രത്തിനും എനിക്ക് തോന്നുന്നത് സ്പേസ് കിട്ടുന്നത്. അതുപോലെ ചേട്ടൻ അമേച്വർ നാടകങ്ങളിലൂടെയൊക്കെയാണ് തുടങ്ങുന്നത്. ആദ്യം പൊറോട്ട നാടകങ്ങൾ തൊട്ട് പിന്നെ അമേച്വർ നാടകങ്ങൾ, പിന്നെ ഒരു എന്താ മെജീഷ്യൻ ആ രീതിയിൽ, പിന്നെ സൗണ്ട് എഫക്ട്സ്, ഇതിലൊക്കെ ചേട്ടൻ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പിന്നീട് ആദ്യം ഞാൻ ഒരു ഇന്റർവ്യൂ കേട്ടപ്പോൾ ഉണ്ടായിരുന്നു, ആദ്യം സിനിമയിലേക്ക് വരണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് സിനിമയാണ് എൻ്റെ ഒരു സ്പേസ്, സിനിമയാണെന്ന് തിരിച്ചറിയുന്നത്? നമ്മൾ പിന്നെ അഭിനയത്തിനോടൊരു താല്പര്യമാണ് ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അഭിനയം കൊണ്ടൊരു താല്പര്യം കാരണമാണ് നമ്മൾ ഈ എഫക്ട്സിലേക്ക് പോകുന്നതും പിന്നെ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നതൊക്കെ. ശരിക്കും ഞാൻ മറ്റേ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, മേജിക്കാരൻ്റെ കൂടെ പോകുന്നത്, മേജിക്കാരൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ഡയറക്ടേഴ്സിനെ കാണുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ മേജിക്കാരൻ്റെ കൂടെ പോകുന്നത്, എനിക്ക് മേജിക്കിൻ്റെ കൂടെ വൈകുന്നേരം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. കാരണം ബാക്കിയൊക്കെ സീക്രട്ടായ കാര്യങ്ങൾ നമ്മളാരും ഇടപെടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും അപ്പോൾ സ്റ്റേജിൽ വേണ്ട. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫ്രീയാണ്. അപ്പോൾ എവിടെ പോയാലും ഈ വൈകുന്നേരം വരെയുള്ള ഗ്യാപ്പുകളിൽ അവിടെ ഏതാ ഡയറക്ടർമാർ, അവിടെ ഏതാ ക്യാമറമാർ, അവിടെ ഏതാ കഥ എഴുത്തുകാരെന്ന് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചങ്ങാണ്ട് ഈ സമയം കൊണ്ട് അവരെ പോയി കാണാൻ പിടിക്കുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട്. അപ്പോൾ മേജിക്കാരൻ കൂടെ പോകുന്നുണ്ടെങ്കിലും വേറെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മെയിൻ ഉദ്ദേശം നമുക്ക് ഇതായിരുന്നു, സിനിമയായിരുന്നു.